ഒരു ദിവസം ജയിലിൽ അടച്ചിട്ടിരുന്ന ഒരു മനുഷ്യൻ അപ്രതീക്ഷിതമായി ഭയാനകമായ ഒരു കാഴ്ച കണ്ടു. അവൻ നിൽക്കുന്ന സെല്ലിലെ സിമന്റ് നിലം ഒരുമിച്ച് പൊങ്ങാൻ തുടങ്ങി. അത് കണ്ടതോടെ അവൻ ഭയന്ന് ജയിലിന്റെ കോണിലേക്ക് ചാടിപ്പോയി. ഹൃദയം അത്ര ശക്തിയായി ഇടിക്കുകയായിരുന്നു. അത് തൊണ്ടയിലൂടെ പുറത്തേക്ക് വരുമെന്ന് തോന്നി. ജയിലിൽ ഏതെങ്കിലും ഭീകരജീവി കടന്നു വന്നതാണെന്ന് അവൻ കരുതി. പക്ഷേ ചുറ്റുമുള്ള മിനുസമുള്ള മതിലുകൾ കാരണം അവന് രക്ഷപ്പെടാൻ ഒരിടവും ഉണ്ടായിരുന്നില്ല. അല്പസമയത്തിനകം മണ്ണ് പൊട്ടി ഒരു മുടിയുള്ള പന്തുപോലെയുള്ള വസ്തു പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് കണ്ടതോടെ അവൻ ഭയന്ന് മതിലിന്റെ കോണിലേക്ക് ചുരുണ്ടു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുടിയുള്ള വസ്തു തിരിഞ്ഞു. അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത് അതൊരു ഭീകരജീവിയല്ല, തല മുഴുവൻ വെള്ളയായ ഒരു വയോധികനായിരുന്നു. വയോധികൻ പറഞ്ഞു, ഞാനും ഈ ജയിലിലെ തടവുകാരനാണ്. 12 വർഷമായി ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഈ വർഷങ്ങളിലുടനീളം അവനൊരു തുരങ്കം കുഴിച്ചുകൊണ്ടിരുന്നു. ലക്ഷ്യം ഒറ്റ തന്നെ, ജയിലിൽ നിന്ന് രക്ഷപ്പെടുക. പക്ഷേ തെറ്റായ ദിശയിൽ കുഴിച്ചതിനാൽ അവൻ ഈ മനുഷ്യന്റെ സെല്ലിലേക്കാണ് എത്തിപ്പോയത്. ഇത് പറഞ്ഞ ശേഷം അവൻ തന്റെ 5 വർഷത്തെ പരിശ്രമത്തെ ഓർത്ത് സ്വയം ചിരിച്ചു. ഇത്ര വർഷമായി സൂര്യപ്രകാശം പോലും കാണാത്തതിനാൽ വയോധികൻ ഒരു ചെറിയ അഭ്യർത്ഥന നടത്തി. നിന്റെ ചുമലിൽ നിൽക്കാൻ അനുവദിക്കൂ, ഞാൻ ആകാശമൊന്ന് കാണണം. മേഘങ്ങൾ എങ്ങനെയാണെന്ന് പോലും ഞാൻ മറന്നുപോയി. മനുഷ്യൻ സന്തോഷത്തോടെ സമ്മതിച്ചു. വയോധികൻ അവന്റെ ചുമലിൽ കയറി ആകാശത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ സ്വാതന്ത്ര്യത്തിനുള്ള വലിയ ആഗ്രഹം നിറഞ്ഞിരുന്നു. നന്ദി പറയാനായി വയോധികൻ അവനെ തന്റെ സെല്ലിലേക്ക് ക്ഷണിച്ചു. അവിടെ എത്തിയപ്പോൾ ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. തന്റെ പഴകിയ ചെറു സെല്ലിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് മറ്റൊരു ലോകം പോലെയായിരുന്നു. വയോധികന്റെ സെൽ വളരെ വിശാലമായിരുന്നു. കല്ലുകൊണ്ടുണ്ടാക്കിയ ലളിതമായ ഫർണിച്ചറുകളും അവിടെ ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് നിരവധി പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ആ മനുഷ്യൻ അതിശയിച്ചു. വയോധികൻ പറഞ്ഞു, ജീവിതം മുഴുവൻ ഇവിടെ ചിലവഴിക്കാൻ ഞാൻ തയ്യാറല്ല. നമുക്ക് തുരങ്കം മറുവശത്തേക്ക് കുഴിക്കാം. അങ്ങനെ ചെയ്താൽ പുറത്തേക്ക് പോകാൻ കഴിയാം. അവൻ മറ്റൊരു വാഗ്ദാനവും നൽകി. നീ എനിക്ക് സഹായിച്ചാൽ ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ചതെല്ലാം നിന്നെ പഠിപ്പിക്കും. അവർക്കുണ്ടായിരുന്ന ഉപകരണങ്ങൾ വളരെ സിമ്പിളായവയായിരുന്നു. ഒരു മൂർച്ചയുള്ള കല്ല്, ഒരു ചെറിയ ഇരുമ്പ് കത്തി. ഇവയെല്ലാം വയോധികൻ 12 വർഷം കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അവർ ഓരോ ദിവസവും തുരങ്കത്തിൽ കുഴിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം വയോധികൻ അവനെ പലവിധ അറിവുകളും പഠിപ്പിച്ചു. ഒരു ദിവസം അവർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ലിന്റെ ഇടയിൽ പച്ച നിറമുള്ള ഒന്നിനെ കണ്ടു. അത് ഒരു ചെടിയുടെ വേരായിരുന്നു. അർത്ഥം അവർ ഭൂമിയുടെ ഉപരിതലത്തിന് വളരെ അടുത്തെത്തിയിരുന്നു. അവരിരുവരും അതിയായ സന്തോഷത്തിലായി. പക്ഷേ അപ്രതീക്ഷിതമായി തുരങ്കം കുലുങ്ങാൻ തുടങ്ങി. കല്ലുകളും മണ്ണും മുകളിൽ നിന്ന് വീഴാൻ തുടങ്ങി. അടിവിൽ വലിയ ശബ്ദത്തോടെ തുരങ്കം തകർന്നു വീണു. വലിയ കല്ലുകൾ വയോധികനെ മൂടി. മനുഷ്യനുടൻ അവനെ പുറത്തേക്ക് വലിച്ചെടുത്തു. പക്ഷേ വയോധികൻ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മരണത്തിനു മുമ്പ് അവനൊരു രഹസ്യം പറഞ്ഞു. എന്റെ സെല്ലിൽ ഒരു ഇളകുന്ന കല്ലുണ്ട്. അതിന് കീഴിൽ ഒരു പഴയ നിധി മാപ്പ് ഒളിപ്പിച്ചിരിക്കുന്നു. ആ സമ്പത്ത് കണ്ടെത്തി നല്ല കാര്യങ്ങൾ ചെയ്യണം.